ആനന്ദത്തിൻ്റെ ഉറവിടം അവനവൻ്റെ ഉള്ളിൽ തന്നെയാണെന്നുള്ള അറിവും സാക്ഷാത്കാരവുമാണ് ആധ്യാത്മികത. വസ്തുക്കളിലാണ് ആനന്ദം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവയെ സ്വന്തമാക്കിയാൽ നമ്മൾ പൂർണ്ണമായും തൃപ്തരാകേണ്ടതല്ലേ? എന്നാൽ വിമാനവും കപ്പലും സ്വന്തമായുള്ള കോടീശ്വരന്മാർ പോലും എപ്പോഴും ടെൻഷനും ദുഃഖവുമായി കഴിയുന്നത് കാണാം. ഒരാൾ സിഗരറ്റ് വലിച്ച് ആസ്വദിക്കുമ്പോൾ വേറൊരാൾ അതിൻ്റെ പുക സഹിക്കാൻ വയ്യാതെ ചുമയ്ക്കുകയും മൂക്കുപൊത്തി മാറുകയും ചെയ്യുന്നു. വസ്തുവിലല്ല ആനന്ദം എന്നല്ലേ ഇത് തെളിയിക്കുന്നത്? ആനന്ദം നമ്മുടെ മനസ്സിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ആ മനസ്സിൻ്റെ റിമോട്ട് കൺട്രോൾ സ്വന്തം കയ്യിൽ കൊണ്ടുവരുവാനുള്ള ഉപായമാണ് ആധ്യാത്മികത. ബാഹ്യലോകത്തെ മാനേജ് ചെയ്യാൻ മാനേജ്മെൻറ്റ് പഠിക്കുന്നത് പോലെ മനസ്സിനെ മാനേജ് ചെയ്യാൻ പഠിക്കുന്ന ശാസ്ത്രമാണ് ആധ്യാത്മികത. ഒളിച്ചോട്ടം ഭീരുക്കളുടെ മാർഗമാണ്. ആധ്യാത്മികത ധീരന്മാരുടെ പാതയാണ്. എന്തിനേയും നേരിടാനുള്ള മനഃശക്തിയും ശരിയായ കാഴ്ചപ്പാടും കാരുണ്യവും കൂടിച്ചേരുന്നതാണ് യഥാർത്ഥ ധീരത. അതാണ് ആധ്യാത്മികത നേടിത്തരുന്നത്.